സിഡാക്കിലെ ഭാഷാ സാങ്കേതിക വിഭാഗമാണ് ഇത് തയ്യാറാക്കിയത്. മലയാളം ഭാഷയിൽ 2 ഫോണ്ടുകൾ കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്വരം, പവിഴം. നയന എന്ന് പേരിട്ടിരിക്കുന്ന മലയാളം OCRന്റെ പ്രകാശനമാണ്. സർക്കാർ ജീവനക്കാർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രശസ്തനായ ഭാരതീയ ചിത്രകാരനും ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവുമായ രാജാ രവിവർമ്മയുടെ സമ്പൂർണ്ണ ചിത്രങ്ങൾ ചിത്രീകരിക്കുന്ന ജീവിതം പ്രതിപാദിക്കുന്ന മലയാളം എൻ്റെ ഭാഷയാണ്. മലയാളത്തിൻ്റെ സമ്പത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. മലയാള ഭാഷയെയും കേരള സംസ്കാരത്തെയും ഞാൻ ആദരിക്കുന്നു. ഭരണനിർവഹണത്തിൽ മലയാളത്തിൻ്റെ ഉപയോഗം സാർവത്രികമാക്കുന്നതിന് എൻ്റെ കഴിവുകൾ ഞാൻ വിനിയോഗിക്കും. ജയ് ഹിന്ദ്. ഇന്ന് ശ്രേഷ്ഠഭാഷാ ദിനമായി നമ്മൾ ആചരിക്കുക. നവംബർ 1 കേരള പിറവി ദിനമാണ്. ഇന്ന് മലയാള ദിനം ആയിട്ടാണ് നമ്മളെല്ലാ വർഷവും ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ വർഷത്തെ ഒരു പ്രത്യേകത മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ശേഷമുള്ള ആദ്യത്തെ കേരള പിറവി ദിനമാണ്. നമുക്ക് അഭിമാനിക്കാം, ഓരോ മലയാളിക്കും അഭിമാനിക്കാം. ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടുന്ന 5ാമത്തെ ഭാഷയാണ് മലയാളം. ഭാഷാ ന്യൂനപക്ഷങ്ങൾ ചില ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പദപ്രയോഗം, നമ്മൾ ഭാഷാ ഭ്രാന്തുള്ളവരല്ല, ഭാഷാ സ്നേഹികളാണ്. അതുകൊണ്ട് തന്നെ ഭാഷാ ന്യൂനപക്ഷങ്ങൾ തമിഴ് കന്നഡ ഭാഗങ്ങളിൽ നിന്ന് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ അവരുടെ ആശങ്ക അകറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. മലയാളത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട്, മലയാളത്തെ സ്നേഹിച്ചുകൊണ്ട്, പക്ഷേ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അകറ്റുവാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു. ഗവൺമെന്റ് ഉദ്യോഗം ലഭ്യമാകുന്നതിന് മലയാളം നിർബന്ധിതമാക്കിയപ്പോഴാണ് അവർ ഈ ആശങ്ക പ്രകടിപ്പിച്ചത്. ആ ആശങ്ക അകറ്റുന്നതിനുള്ള നടപടികളും ആയി. ഇന്നിപ്പം നമുക്കിനി പൂർത്തീകരിക്കാൻ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സംഗതി, ഈ സ്റ്റേജിൽ സുഗതകുമാരി ടീച്ചറും ശ്രീ ബഹുമാനായ ശ്രീ പുതുശ്ശേരി രാമചന്ദ്രൻ അവരൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഒന്നിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം, അത് ഒരു ഭാഷാ നിയമം നമുക്ക് വേണം എന്നുള്ളതാണ്. മലയാള ഭാഷ, ആ ഭാഷയെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായൊരു നിയമം വേണം എന്നുള്ളതാണ്. ആ നിയമം കൊണ്ടുവരാൻ നമ്മൾ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ നടപടികൾ വളരെ വേഗത്തിലാകും. ഇത് സംബന്ധിച്ച് ശ്രീ പാലോട് രവി ചെയർമാനായിട്ടുള്ള ഒരു അസംബ്ലി കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി അത് സംബന്ധിച്ച് വളരെ നല്ല ചില പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഏറ്റവും വേഗത്തിൽ നമ്മുടെ സമഗ്രമായ ഭാഷാ നയം ഉൾക്കൊള്ളുന്ന നിയമം കൊണ്ടുവരും എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.